സർ, സിറിയ ISISന്റെ ഒരു പ്രധാന കേന്ദ്രം തന്നെയായിരുന്നു. ഈ സിറിയ ഇപ്പോൾ വീണ്ടും വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നു. അവിടുത്തെ ചില ഭീകര കേന്ദ്രങ്ങൾ, തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ തന്നെ US ചുട്ടരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ശരിക്കും ഇപ്പോഴും ഈ തീവ്രവാദത്തിന്റെ കനലുകൾ അവിടെയൊന്നും അണയുന്നില്ല എന്നല്ലേ മനസ്സിലാക്കണ്ടേ? അതായത് അവിടുത്തെ രാഷ്ട്രീയ നേതാവ് അൽഷാര വാഷിങ്ടണിൽ പോയിരുന്നല്ലോ അടുത്ത കാലത്ത്. അപ്പൊ അൽഷാരയുമായിട്ട് ട്രംപ് സംസാരിച്ച് അൽഷാരയുടെ പിന്തുണയോട് കൂടിയാണ് ഈ ISIS ഇസ്ലാമിക് സ്റ്റേറ്റ്സ് കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹവും ഈ ഇസ്ലാമിക് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിരുന്ന ഒരാളാണ്. അൽ ബാഗ്ദാദിയുടെ വലങ്കയായിട്ട് നടന്നിരുന്ന ഒരാളാണ് അൽഷാര. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഭരണാധികാരിയാവുമ്പോൾ പിന്നെ അതൊക്കെ വേണ്ടാന്ന് വെക്കുമല്ലോ, സൗകര്യങ്ങൾ കിട്ടുമല്ലോ. ബൂർഷ്വ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാർക്സിസം വേണ്ട എന്ന് പറയുന്നത് പോലെയാണ് ഈ സംഗതി. പാസ്റ്റൊക്കെ മറക്കും അല്ലെ? അതെ. അപ്പോൾ ദാരിദ്ര്യമൊക്കെ ഉള്ള സമയത്താണല്ലോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ ഒരു താല്പര്യം തോന്നുക. ബൂർഷ്വ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന പോലെ അത് ഇപ്പൊ ജിഹാദ് വേണ്ടെന്ന് വെച്ച് അവിടെ പ്രസിഡന്റായി ഇരിക്കുകയാണ്. ഇത് ഇപ്പോ അവിടെ സിറിയ ISന്റെ കേന്ദ്രമായിരുന്നെങ്കിലും അമേരിക്ക ഈ ബാഗ്ദാദിയുടെ ഒക്കെ കാലത്ത് എല്ലാം നശിപ്പിച്ച് സിറിയ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു. അതായത് ബാഗ്ദാദിയുടെ കൂടെ നിന്നിട്ട് പിന്നെ സിറിയയിൽ പോയിട്ട് IS ഉണ്ടാക്കിയ ആളുകളിൽ ഒരാളാണ് ഷാര. അത് കഴിഞ്ഞ് ഇതൊക്കെ തകർത്ത് കഴിഞ്ഞപ്പോൾ അവിടെ സ്ലീപ്പർ സെല്ലുകൾ ധാരാളം ഉണ്ട്. ഒരു 8000-ഓളം ISകാരിപ്പോൾ അതിൻ്റെ അകത്ത് പല ക്യാമ്പുകളിൽ ഈ കുടുംബ സമേതം കീഴടങ്ങിയവരൊക്കെ ക്യാമ്പുകളിൽ താമസിപ്പിച്ചിട്ടുണ്ട്. കുറേ പേര് ജയിലിലും ഒക്കെ ഉണ്ട്. അസദ് പോയി കഴിഞ്ഞപ്പോൾ ഈ ജയിലൊക്കെ തുറന്നു വിട്ടല്ലോ, അങ്ങനെ ISകാർ കുറേ പേര് പുറത്തും ചാടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കേന്ദ്രങ്ങളിൽ ഓപ്പറേഷൻ ഹോക്കൈ സ്ട്രൈക്ക് എന്നൊരു ഓപ്പറേഷൻ ഇപ്പൊ അമേരിക്ക നടത്തി. IS കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച മുമ്പ് പാമിറ എന്ന് പറഞ്ഞ നഗരത്തില് 2 അമേരിക്കൻ ഭടന്മാരെ IS തീവ്രവാദി ഭീകരന്മാർ കൊന്നു. 2 അമേരിക്കൻ ഭടന്മാരെയും പിന്നെ അവിടുത്തെ പൗരനായിരുന്ന ദ്വിഭാഷിയെയും കൊന്നു IS. അതിന് പകരം വീട്ടിയതാണ് അമേരിക്ക ഇപ്പൊ ചെയ്തത്. അപ്പോൾ അസദ് പോയല്ലോ. അസദ് പോയ ശേഷമുള്ള ഇപ്പോഴത്തെ ഈ അൽഷാര സർക്കാർ ഇപ്പൊ അമേരിക്കയുടെ കൂടെ ഈ ആക്രമണത്തിന് തുണച്ച് രംഗത്തുണ്ട്. ഇപ്പൊ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെക്സെറ്റ് ഈ ആക്രമണം നടന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങള് IS ഭീകരന്മാര് അവരുടേതായ കെട്ടിടങ്ങള്, ആയുധ കേന്ദ്രങ്ങള് ഒക്കെ ആക്രമിച്ചിട്ടുണ്ട്, ഒരുപാട് പേരെ കൊന്നുകളഞ്ഞിട്ടുമുണ്ട്, ഉന്മൂലനം ചെയ്തു. ഇത് അവർക്കെതിരായ യുദ്ധമല്ല, പകയുടെ പ്രഖ്യാപനമാണ്, വെഞ്ചൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് ശത്രുക്കളെ നമ്മൾ വകവരുത്തി എന്നും പീറ്റർ ഹെക്സെറ്റ് പറഞ്ഞു. അപ്പോൾ ഈ അമേരിക്കൻ സെൻകോം കൂടുതലൊന്നും പ്രതികരിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ എന്തൊക്കെയാണ് കൃത്യമായി നശിപ്പിച്ചത് എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. അതിനി വരുമായിരിക്കും. പക്ഷെ ഏതാണ്ടൊരു ധാരണ മറ്റ് റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് കിട്ടും. അതായത് ഡിസംബർ 13 അമേരിക്കയുടെ 2 നാഷണൽ ഗാർഡ് ഭടന്മാരെ IS കൊന്നത്. അത് അമേരിക്കയുടെയും സിറിയൻ ഭരണകൂടത്തിൻ്റെയും വാഹന വ്യൂഹം പോകുമ്പോഴായിരുന്നു ISന്റെ ആക്രമണം. 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ അമേരിക്കയുടെ നാഷണൽ ഗാർഡ് 1000 ഭടന്മാര് സിറിയയിലുണ്ട് ക്രമസമാധാന പാലനത്തിനായിട്ട്. അപ്പോൾ അഹമ്മദ് അൽ ഷാര അവർക്കുള്ള പ്രൊട്ടക്ഷനും ഒക്കെ കൊടുക്കുന്നുണ്ട്. അന്ന് ഈ ആക്രമിച്ച ISകാരനെ അമേരിക്കൻ സേന വകവരുത്തി, അന്ന് തന്നെ കൊന്നു. 70 കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ അമേരിക്കയുടെ ആക്രമണം നടന്നത് എന്നാണ് ഔദ്യോഗികമല്ലാത്ത കേന്ദ്രങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്.
70 IS കേന്ദ്രങ്ങളിലായിരുന്നു ആക്രമണം. മധ്യ സിറിയയിൽ ആയിരുന്നു അമേരിക്കയുടെ ആക്രമണം. ഇനിയും ആക്രമണം തുടരും എന്നാണ് അറിയുന്നത്. F-15 ഈഗിൾ ഫൈറ്റർ ജെറ്റുകൾ, A-10 തണ്ടർബോൾട്ട് ഗ്രൗണ്ട് അറ്റാക്ക് വിമാനങ്ങൾ, AH-64 അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ, ഇതൊക്കെ ആണ് ആക്രമണത്തിൽ പങ്കെടുത്തത്. അപ്പോൾ പ്രധാനമായിട്ടും വ്യോമാക്രമണമായിരുന്നു എന്നുള്ളത് വ്യക്തം. വ്യോമാക്രമണമാവുമ്പോൾ നേരത്തെ ആസൂത്രണം ചെയ്ത് ടാർഗറ്റുകളൊക്കെ ഫിക്സ് ചെയ്ത് ആണ് ചെയ്യുക. അപ്പൊ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ജോർദാനിൽ നിന്ന് F-16 വിമാനങ്ങൾ ഇതിൽ പങ്കെടുത്തു. ഹമാസ് റോക്കറ്റുകൾ വിക്ഷേപിച്ചിരുന്നു IS കേന്ദ്രങ്ങൾക്കെതിരെ. അപ്പൊ തരക്കേടില്ലാത്തൊരു ആക്രമണമായിരുന്നു, ചെറുകിട ആക്രമണം അല്ല. കാലേക്കുട്ടി തീരുമാനിച്ചിട്ട് വലിയ വിമാന വ്യൂഹങ്ങൾ പങ്കെടുത്ത ആക്രമണമാണ് നടന്നിരിക്കുന്നത്. അവിടെ ബഷർ അൽ അസദ് 50 കൊല്ലം അയാളുടെ കുടുംബം ബാപ്പയും ഒക്കെ ഭരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫ്രാൻസിൽ നിന്ന് 1946 സിറിയ സ്വാതന്ത്ര്യം നേടുന്നത്. അതിനുശേഷം ഈ കുറേ വർഷങ്ങളായിട്ട് ഈ അസദ് കുടുംബം ഭരിച്ചുകൊണ്ടിരുന്നു. അടുത്ത കാലത്ത് സിറിയക്കെതിരായ ഉപരോധമൊക്കെ അമേരിക്കയും യൂറോപ്പൊക്കെ പിൻവലിക്കുകയും ചെയ്തിരുന്നു. കാരണം അസദ് കുടുംബം മയക്കുമരുന്ന് വിറ്റാണ് ഈ സിറിയ കൊണ്ട് നടന്നിരുന്നത്. സാമ്പത്തികമായിട്ട് അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി കുടുംബത്തിന്. കാരണം മയക്കുമരുന്ന് കച്ചവടമായിരുന്നു. ഇപ്പൊ നമ്മൾ ലോട്ടറി വിറ്റിട്ടാണ്, കള്ള് വിറ്റിട്ടാണ് കേരളം എന്ന് പറയുന്ന പോലെയാണ് അസദ് മയക്കുമരുന്ന് വിറ്റിട്ടാണ് കാശുണ്ടാക്കിക്കൊണ്ടിരുന്നത്. 2024 കഴിഞ്ഞ കൊല്ലം ഡിസംബറിലാണ് അസദിനെ നീക്കുന്നത്. ജനുവരിയിൽ അൽഷാറ ഇടക്കാല പ്രസിഡന്റായി, പിന്നെ പ്രസിഡന്റായി. അയാളുടെ തലയ്ക്ക് $10 മില്യൺ വിലയിട്ടിരുന്നു അമേരിക്കയൊക്കെ. 2019 IS-നെ സിറിയയിൽ തീർത്തിരുന്നു. എന്നിട്ട് സ്ലീപ്പർ സെല്ലുകളാണ് അവിടെ അവശേഷിക്കുന്നത്. 5000 മുതൽ 7000 വരെ IS-കാർ ഇപ്പോൾ അവിടെ ഉണ്ടാവും എന്നാണ് കാണുന്നത്. അപ്പോൾ സിറിയയും ഇറാഖും ഒക്കെ ഒന്നിച്ച് ആണ് ഈ IS-ന് വേണ്ട സഹായമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത് സിറിയയിലെ IS-കാർക്ക്. സാർ, ഈ അമേരിക്ക എല്ലായ്പ്പോഴും ഈ തീവ്രവാദ ഭീകരവാദ നിലപാടിനെതിരെ കർക്കശമായ നിലപാട് സ്വീകരിച്ച, എന്നാൽ ചില സമയത്ത് പാകിസ്ഥാനിലെ ഭീകരവാദികൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ സിറിയ എന്ന് പറയുന്നത് വലിയ നാശം സൃഷ്ടിക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കുമോ ഇപ്പൊ ഇങ്ങനെ ആക്രമണത്തിന് മുതിരുന്നത്? അല്ല, സിറിയയിലെ ഈ അവശിഷ്ട IS, ആ അവശിഷ്ട IS അമേരിക്കയുടെ നേതൃത്വത്തിലാണല്ലോ ഇപ്പോ അൽഷാര അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് തുർക്കി കിടപ്പുണ്ട്. തുർക്കിയുടെ താല്പര്യമുള്ള തെക്ക് ഭാഗത്ത് സേനകളും ചില മേഖലകളൊക്കെ ഉണ്ട് തുർക്കിക്ക് താല്പര്യമുള്ള. അപ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ അവിടെ അൽഷാര ഭരിക്കുമ്പോൾ അൽഷാരയ്ക്ക് ശല്യമായി തീർന്നിരിക്കുന്നു അവിടുത്തെ IS. കാരണം അവിടെ ഈ IS വേറെ ചില ഈ ന്യൂനപക്ഷങ്ങളുടെ പള്ളി, ക്രിസ്ത്യൻ പള്ളികളൊക്കെ ആക്രമിക്കുന്നതായിട്ടൊക്കെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. സിറിയയുടെ ചില ഭാഗങ്ങളിൽ ന്യൂനപക്ഷങ്ങളെ, അവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ, അവിടെ മുസ്ലിം അല്ലല്ലോ, ന്യൂനപക്ഷം മുസ്ലിം രാജ്യമാണ്. അപ്പൊ ക്രൈസ്തവരെ ആക്രമിക്കുന്നുണ്ട് IS. ചില ഭാഗത്ത് ക്രൈസ്തവരെ ആക്രമിക്കുന്നത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ അമേരിക്കയ്ക്ക് പറ്റില്ലല്ലോ. അദ്ദേഹം ഈ സുഡാനിലും ഒക്കെ ക്രൈസ്തവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ ചുട്ടുകളയും എന്ന് ട്രംപ് പറയുന്നില്ലേ. എന്ന് പറഞ്ഞതുപോലെ ഈ അൽഷാരയ്ക്ക് അവിടെ സ്വതന്ത്രമായി ഭരിക്കണം എന്നുണ്ടെങ്കിൽ ഈ IS-ന്റെ ശല്യം തീർക്കണം. അവിടുത്തെ ആഭ്യന്തര കലാപങ്ങളൊക്കെ അമർച്ച ചെയ്യണം. അപ്പൊ അൽഷാര വാഷിങ്ടണിൽ പോയിട്ട് അങ്ങോട്ട് അഭ്യർത്ഥിച്ചിരിക്കാനാണ് സാധ്യത. നിങ്ങൾ ഈ IS-നെ ഒന്ന് തീർത്ത് തന്നാൽ നമുക്ക് ഒന്നിച്ച് നീങ്ങാൻ, വേണ്ട പോലെയൊക്കെ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കാനാണ് സാധ്യത. അപ്പൊ അതുകൊണ്ടാണ് IS-ന് നേരെ ഈ അവശിഷ്ട IS-നെയും കൂടി തീർക്കുക എന്ന് പറഞ്ഞ പദ്ധതിയിലേക്ക് അമേരിക്ക നീങ്ങിയിരിക്കുന്നതെന്നാണ് കരുതേണ്ടത്.
പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.